പരിശോധനകളൊക്കെ പൂർത്തിയായല്ലോ, എങ്ങനെയാണ് ഇനി? അദ്ദേഹത്തെ അറിയാലോ, പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ അദ്ദേഹം ഫീൽഡാണ് പ്രധാനമായും നോക്കുന്നത്. നമ്മളെ ഫീൽഡ് നല്ല ഫീൽഡാണ്, അതുകൊണ്ടാണല്ലോ നമുക്കിട്ട് മാറാൻ കാരണം. ഇപ്പോൾ ഇനി അത്യാവശ്യമായ ഇതിൽ തന്നെയുള്ള ഫീൽഡിൻ്റെ വർക്കുകളുടെ ടെൻഡർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അവർ 2 ദിവസത്തിനുള്ളിൽ വർക്ക് തുടങ്ങും. പിന്നെ പ്രധാനമായും ലൈറ്റുകളാണ്. ലൈറ്റുകൾ റിപ്പയറിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ സീറ്റുകൾ അറിയാലോ, സീറ്റ് കുറേ കൂടി റീപ്ലേസ് ചെയ്യേണ്ടത്, ആ ഒരു നടപടിയും ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ബഹുമാന ചെയർമാൻ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അതും നടക്കും. അതെല്ലാം ഒരു 30 ഡേയ്സിനുള്ളിൽ നമുക്കതെല്ലാം പൂർത്തീകരിക്കാൻ കഴിയും. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഈസ് വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഒരു കണ്ടു അത് ഓൾറെഡി നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ഡിസ്കഷനൊക്കെ കഴിഞ്ഞതാണ്. അഗെയിൻ വിൽ ഡിസ്കസ്. ലാസ്റ്റ് മീറ്റിംഗ് വേറെ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇത് അനൗൺസ് ചെയ്യേണ്ടത്. അദ്ദേഹം അടുത്ത ദിവസം തന്നെ ഓപ്പൺ ടീം കൂടി വന്നു കഴിഞ്ഞ് അദ്ദേഹം അത് അനൗൺസ് ചെയ്യും. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള വകുപ്പുകളുടെ മീറ്റിങ്ങൊക്കെ തന്നെ ചേരേണ്ടത്, അതും അടുത്ത ദിവസം അത് നടക്കും. ഇപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു സ്റ്റേഡിയമാണ് ഫുട്ബോൾ സ്റ്റേഡിയമായിട്ടുള്ളത്. ആദ്യം നമ്മൾ തിരുവനന്തപുരം ഉദ്ദേശിച്ചെങ്കിലും തിരുവനന്തപുരത്തുള്ള ഫീൽഡിനൊരു ഹാർഡ് ഫീൽഡാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയെടുക്കാൻ സമയം പിടിക്കും. അപ്പോൾ കൊച്ചി തന്നെ നമ്മൾ തീരുമാനിക്കാൻ കാരണം, ഒന്നാമത് ഹോട്ടലുകളുടെ സൗകര്യം, യാത്രാ സൗകര്യം, പിന്നെ മലബാർ പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് ആളുകൾക്ക് എത്തിപ്പെടാനുള്ള തൊട്ടടുത്തുള്ള ഒരു സ്ഥലം, ഇതെല്ലാം ചേർത്താണ് നമ്മൾ ഇത്തരത്തിൽ ഇപ്പോൾ കൊച്ചിയെ തന്നെ തീരുമാനിക്കുക. പിന്നെ കൊച്ചി എന്നുള്ള ഏത് കാലത്തും ഫുട്ബോളിന് ഏറ്റവും ആവേശം നൽകുന്നൊരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അതുകൂടി നമ്മൾ കാണുന്നു. നവംബറിൽ ആണ്. നവംബർ ഒരു 16-17 തീയതികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓപ്പൺ ടീമും കൂടി വരട്ടെ. അത് നമ്മൾ അത് രണ്ടും കൂടി ചേർത്ത്, അത് ഞാൻ പറഞ്ഞല്ലോ, അത് മുഖ്യമന്ത്രിയാണ് അനൗൺസ് ചെയ്യേണ്ടത്. അദ്ദേഹം അത് അനൗൺസ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ശരി. അല്ല മറ്റെന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? നമുക്കത് വിജയിപ്പിക്കണം, ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിക്കണം. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം. ഈ ടിക്കറ്റ് എടുത്ത് കളി കാണലിനപ്പുറം നമ്മുടെ സാധാരണക്കാരായുള്ള ആളുകൾക്ക് മെസ്സിയെ കാണാനുള്ള അവസരം സർക്കാർ ഒരുക്കും. അതൊരു ഫാൻ മീറ്റ് നടത്തി എല്ലാവർക്കും, കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തെ മെസ്സിയെ കാണാനുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്യും. അതൊരു റോഡ് റാലി അങ്ങനെ അല്ല, അത് പറയാം, ഒരുക്കും. അത് പോലീസാണ് പറയേണ്ടത്, നമ്മളല്ല. അത് പോലീസ് പറയും. യെസ് ഉറപ്പായി കഴിഞ്ഞു. അവരെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു, അവർ ഓക്കെയാണ്. പിന്നെ അവർ മാറ്റുന്ന കാര്യങ്ങളൊക്കെ ഇനി അടുത്ത മീറ്റിങ്ങിൽ ഇനിയിപ്പോൾ അവരെന്തെങ്കിലും പ്രപ്പോസൽ ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കും. കേട്ട് അതിനനുസരിച്ച് മാറ്റും.